ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്തത്, ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്തത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം GTയുടെ ആ ക്ലാസ്സുകൾ എല്ലാവരും ജസ്റ്റ് നോക്കുക. പിന്നെ ഈ എക്സ്പീരിമെൻറ്റ്സ്, അതായത് ലാബോറട്ടറി ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ PDF നോക്കി വായിച്ച് നോക്കുക. അതിലും നല്ലത് കുറച്ചുകൂടെ യൂട്യൂബ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിലും നൊട്ടേഷൻസ് എന്താണോ നമ്മുടെ ആ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസും വെച്ചിട്ട് എഴുതാനുള്ളത് അങ്ങനെ ഒരുമിച്ച് വെച്ച് വായിച്ച് പഠിക്കാൻ നോക്കുക. അപ്പം കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എഴുതിയോ ഇക്വേഷൻ? ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇനി ഇത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി മിനിമം ഡ്രൈ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് ഫീൽഡിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കുക. വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇനി ഫസ്റ്റ് പ്രോബ്ലം എഴുതാം. എഴുതി കഴിയും പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി കഴിയും പറയണേ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞേക്കണം ഒരു സോയിൽ സാമ്പിൾ ഡ്രൈ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.816 ആണ് ഡ്രോ ഡെൻസിറ്റി എന്ന് പറഞ്ഞപ്പം നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന ആദ്യത്തെ ഡേറ്റ എന്താണ്? റോ ഡി ആണ്. ഓക്കെ, റോ ഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.816 ആണ്. ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് അത് നാച്ചുറൽ കണ്ടീഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തിനോട് തുല്യമാണ്? റോ ഡിയോട് തുല്യമാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് നോക്കി അറിയാം. ജസ്റ്റ് മോളിലെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് റോ ഡി എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റിലായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ റോ ഡി എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ, സോയിൽ നാച്ചുറലി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ സമയത്തുള്ള ഡ്രൈ ഡെൻസിറ്റിയാണ് റോ ഡി കൊണ്ട് ഉദ്ദേശിക്കുക. റോ മിനിമം എന്ന് പറഞ്ഞത് എപ്പോഴായിരിക്കും? സോയിൽ ലൂസായിട്ടിരിക്കുമ്പോഴാണോ കോമ്പാക്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണോ? റോ മിനിമം എന്ന് പറയുന്നത് സോയില്
കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണോ അതെയോ ലൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണോ? ലൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. കാരണം എന്താ? ലൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? ലൂസ് ആയിട്ടിരിക്കുമ്പോൾ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ഈ മാക്സ് എന്നാ നമ്മൾ പറയാ അല്ലേ? തൊട്ട് മുകളിലെ ഇക്വേഷൻ നോക്കുക. ലൂസ് ആയിരിക്കും, ലൂസസ്റ്റ് കണ്ടീഷനിൽ മാക്സിമം വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ കൂടുമ്പം ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പം അവിടുത്തെ റോ മിനിമം എന്ന് പറയുന്നതായിരിക്കും എന്ത്? മാക്സിമം വോയിഡ് റേഷ്യോയിൽ എന്തായിരിക്കും? മിനിമം ഡെൻസിറ്റി ആയിരിക്കും. വോയിഡ് റേഷ്യോ മിനിമം ആവുമ്പോൾ എങ്ങനെയായിരിക്കും? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വേണം ഇത് ചെയ്യുമ്പം, എന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കണം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, സോയിൽ ഹാസ് എ ഡ്രൈ ഡെൻസിറ്റി ഓഫ് 1.816 ഗ്രാം പെർ മില്ലി ലിറ്റർ ഇൻ നാച്ചുറൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സാധനം തന്നിട്ട് ഡ്രൈ ഡെൻസിറ്റി തന്നിട്ട് നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അത് മനസ്സിലാക്കണം അതെന്താണ്? റോ ഡി ആണെന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 410 ഗ്രാം 410 ഗ്രാം സോയിൽ എടുത്തു, ഒരു വെസലിലേക്ക് നമ്മൾ ഇട്ടു, അത് ലൂസ് സ്റ്റേറ്റിലാണ്. അതിൻ്റെ വോളിയം എത്രയാണ്? 290 ആണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്ത് വാല്യൂ കിട്ടും? മാസും അറിയാം, വോളിയം അറിയാം. അപ്പം എന്ത് വാല്യൂ ആയിരിക്കും കിട്ടണേ? ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ലൂസസ്റ്റ് സ്റ്റേറ്റിലാണ്. ലൂസസ്റ്റ് സ്റ്റേറ്റിലാവുമ്പം എന്തായിരിക്കും വരിക? റോ മിനിമം ആണോ റോ വെച്ചാൽ ലൂസസ്റ്റ് സ്റ്റേറ്റിലാവുമ്പോൾ എന്താണ്? റോ മിനിമം ആയിരിക്കും. അപ്പം റോ മിനിമം ആണ്. അപ്പം ആ സമയത്തെ മാസ് മിനിമം ബൈ വോളിയം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റോ മിനിമം കിട്ടും. ക്ലിയർ ആയോ? ആ മാസാണ് 410 ഗ്രാം ബൈ വോളിയം എത്രയാണ്? 290 ml. അപ്പം എത്ര വരും നോക്കിയേ? കിട്ടിയോ? 1.414 കിട്ടിയോ? റോ മിനിമം. ഇനി അടുത്ത സ്റ്റെപ്പ് വായിച്ചു നോക്കുക. ദ സെയിം സോയിൽ തന്നെയാണ്, വൈബ്രേറ്റഡ് ആൻഡ് കോമ്പാക്റ്റഡ് വാസ് ഫൗണ്ട് ടു ബി വോളിയം 215. ഒരു സെക്കൻഡേ. ഹലോ, ക്ലാസ്സിലാണല്ലോ, ഞാൻ പിന്നെ വിളിക്കാം. അപ്പം സെയിം സാമ്പിൾ ആണ് എടുത്തേക്കണേ. സെയിം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന അതേ മാസ് തന്നെയാണ് എടുത്തേക്കണത്. ആ മാസ് എന്ത് ചെയ്തു? ഹൈലി കോമ്പാക്ട് ചെയ്തു. കോമ്പാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? കുറഞ്ഞു പോകും. വോയിഡ് റേഷ്യോ കുറയുമ്പം ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം മാക്സിമം റോ മാക്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആ ഒരു ഇതിൽ നിന്ന് കിട്ടുക. കോമ്പാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം റോ മാക്സ് ആണ് ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം മാസ്, മാക്സിമം നമ്മൾ എടുത്ത മാസ് സെയിം തന്നെയാണ്, വോളിയം ഓഫ് മാക്സിമം. അതായത് കോമ്പാക്ട് ചെയ്തത് എത്രയാണ്? 410 ഡിവൈഡഡ് ബൈ 215. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ കിട്ടും. കിട്ടുന്നുണ്ടോ? 1.907. ചെയ്ത് കിട്ടിയോ? മാക്സിമം ഡെൻസിറ്റി. ഓക്കെ. അപ്പോൾ ഈ രണ്ട് വാല്യൂം കിട്ടിക്കഴിഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റോ മാക്സ് ബൈ റോ ഡി തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിലേറ്റീവ് ഡെൻസിറ്റി പെർസെൻറ്റേജിലാണ് ചെയ്യുന്നത്. വേഗം കാൽക്കുലേറ്റ് ചെയ്യുക.
ചെയ്തോ? കിട്ടിയോ? ഓക്കെ, മനസ്സിലായോ? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി, മിനിമം ഡ്രൈ ഡെൻസിറ്റി, അത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്, അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. ലൂസസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? മിനിമം ഡെൻസിറ്റി ആയിരിക്കും. കോമ്പാക്റ്റഡ് ആണെങ്കിൽ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ചെയ്യുക. നാച്ചുറൽ കണ്ടീഷനിൽ എപ്പോഴും എന്തായിരിക്കും? ഡ്രൈ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാമോ? ക്വസ്റ്റ്യൻ എഴുതാമോ? ഒരു സെക്കൻഡ് വൺ. എഴുതിയോ? എഴുതി. ചെയ്യാൻ പറ്റുമോ നോക്കോ? എന്തെങ്കിലും എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. ഗ്രാഫ് പേപ്പർ ഉണ്ടോ കയ്യിൽ? സാധാ ഗ്രാഫും ലോഗും സെമി ലോഗും ഉണ്ടോ കയ്യിൽ? ഓക്കെ, എല്ലാവരുടെയും കയ്യിലുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിലുണ്ടോ? സാധാ ഗ്രാഫ് ഉള്ളു മിസ്സേ. സെമി ലോഗ് ഇല്ല അല്ലേ? ഒരു 3-4 എണ്ണം മേടിച്ച് കയ്യിൽ വെച്ചോളൂ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു 4th മൊഡ്യൂളിലും ലാസ്റ്റ് മൊഡ്യൂൾ സാധാ ഗ്രാഫ് ഒരു മേടിച്ച് വെച്ചോളൂ. കുറച്ച് സെമി ലോഗ് ഒരു 2-3 എണ്ണം. 4th മൊഡ്യൂളിലും ലാസ്റ്റ് മൊഡ്യൂളിലും സെമി ലോഗിൻ്റെ ചെറിയ ഒരു 2 ഗ്രാഫ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് പിന്നെ ഈ മൊഡ്യൂളിലുണ്ട് അടുത്തൊരു പോർഷൻ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗ്രാഫ് വേണം സെമി ലോഗ്. അപ്പം ഒരു 3 ഗ്രാഫ് നിങ്ങൾ സെമി ലോഗ് മിനിമം കയ്യിൽ വെച്ചോളാം. 2-3. മറ്റേ സാധാ ഗ്രാഫ് ഒരു 5-6 വെച്ചാലും കുഴപ്പമില്ല. പ്രോബ്ലം ഉണ്ട് അതുപോലെ. അപ്പം അടുത്ത ക്ലാസ്സും വ്യാഴാഴ്ച വരുമ്പോഴേക്കും ഗ്രാഫ് ഒന്ന് കൊണ്ടുവരണേ. എല്ലാ 5ാമത്തെ മൊഡ്യൂൾ വരെ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞിട്ട്. ഒരു 3 സെമി ലോഗ്രാഫും ഒരു 6 സാധാ ഗ്രാഫും ഫൈനൽ മൊഡ്യൂൾ വരെ ഉള്ള ടേംസിൽ നമുക്ക് ആവശ്യമാണ്. ആ ഒരു അത്രയും പോർഷൻ കവർ ചെയ്യുമ്പം ഗ്രാഫുകൾ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഗ്രാഫ് ഒന്ന് കരുതിയിരുന്നോളൂ കേട്ടോ. ഞാൻ ഇൻ കേസ് മറന്നു പോയാൽ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ടാണ് അഡ്വാൻസ് ചെയ്ത് പറഞ്ഞത്. വ്യാഴാഴ്ചത്തേക്ക് സെറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്താണ് ഒരു സോയിൽ റിലേറ്റഡ് ഡെൻസിറ്റി കാണാൻ വേണ്ടി. അപ്പം ഒരു ഹോളാണ് ഡ്രിൽ ചെയ്തത്, അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 400 ml ആണ് ആ വോളിയം, സൈസ് തന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് എടുത്ത സോയിൽ, എക്സ്കവേറ്റ് ചെയ്തെടുത്ത സോയിലിൻ്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് 9 kN. ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 7.8 ആയി. ഇനി ആ ഓവൻ ഡ്രൈ ചെയ്ത സോയിലിന് 4 ന്യൂട്ടൺ സോയിൽ എടുത്ത് എന്ത് ചെയ്തു, ഒരു വെസലിൽ ലൂസ് സ്റ്റേറ്റിൽ ഇട്ടു. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 270 ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ അടുത്ത പോർഷൻ ആ സെയിം സോയിൽ തന്നെ 4 kN തന്നെ എടുത്ത് എന്ത് ചെയ്തു, വൈബ്രേറ്റ് ചെയ്ത് കോമ്പാക്ട് ചെയ്തു. അപ്പോൾ കിട്ടിയ വോളിയം എന്ന് പറയുന്നത് 200 ml ആണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കണ്ടുപിടിക്കാമോ? ഇതിനകത്ത് റോ മിനിമം റോ മാക്സിമം നമുക്ക് കണ്ടുപിടിക്കാം ഇല്ലേ? മിനിമം വോളിയം കണ്ടുപിടിക്കാം, മിനിമം ഡെൻസിറ്റിയും കാണാം, മാക്സിമം ഡെൻസിറ്റിയും കാണാം. അതിനുള്ള കാര്യങ്ങൾ തന്നിട്ടില്ലേ? ഹലോ, ഓക്കെ. അപ്പം മിനിമം മാക്സിമം ഡെൻസിറ്റി എത്രയാണ് വരുന്നത് നോക്കാമോ? മിനിമം ഡെൻസിറ്റി മാക്സിമം ഡെൻസിറ്റി അത് kN/m³ പറയണേ. Nm/ml ആണ് ഇവിടെ കിട്ടണേ, അത് kN/m³ പറയണേ. ചെയ്തോ? കിട്ടണ്ടോ? ഹലോ, കിട്ടുന്നുണ്ടോ? എത്ര കിട്ടും റോ മിനിമം? 148. ആ ഓക്കെ. അടുത്തത് മാക്സിമം. മാക്സിമം കിട്ടിയോ? 0.02 Nm/ml കിട്ടി. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? റോ ഡി കണ്ടുപിടിക്കാനുള്ള അല്ലേ? ആ ഇക്വേഷനിൽ ഇനി അറിയില്ലാത്ത സാധനം എന്ത് മാത്രമേ ഉള്ളൂ?
ഡ്രൈ ഡെൻസിറ്റി മാത്രം അറിയില്ല. ഡ്രൈ ഡെൻസിറ്റി കാണാനായിട്ട് നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട് അവിടെ. എന്താ അത്? എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഉള്ള സോയിലിൻ്റെ വെയിറ്റും ഓവൻ ഡ്രൈ ചെയ്തപ്പോൾ ഉള്ള വെയിറ്റും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാട്ടർ കണ്ടന്റ് കാണാം. വാട്ടർ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ സോയിലിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ഒറിജിനൽ വോളിയം ചെയ്താൽ മതി. ഡ്രൈ ഡെൻസിറ്റി കാണുന്നത് എങ്ങനെ കാണാം? റോ ഡി എങ്ങനെ കാണാം? നാച്ചുറൽ സ്റ്റേറ്റിലുള്ള കണ്ടീഷൻ ആണ്. അപ്പം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നാച്ചുറലി എടുത്ത സോയിൽ ഡ്രൈ ചെയ്തപ്പോൾ ഉള്ള മാസ്, ആ മാസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? വോളിയം, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7.8 ഡിവൈഡഡ് ബൈ 400 അല്ലേ? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോയിലിൽ വാട്ടർ ഒന്നും ഇല്ലാത്തപ്പോൾ അത് ഡ്രൈ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള ഡെൻസിറ്റിയാണ്. അതിനെയാണ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ആ സ്റ്റേറ്റിലുള്ള ഡെൻസിറ്റി എങ്ങനെ കാണാം? ഡ്രൈ സ്റ്റേറ്റിലുള്ള മാസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? വോളിയം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഹലോ, കിട്ടിയോ? കിട്ടി മിസ്. എത്ര കിട്ടിയേ? 0.0195. 0.0195. ഇനി അത് എല്ലാ വാല്യൂസും കൂടി ഇട്ട് കൊടുത്തോളാം ഇക്വേഷനിൽ, എന്നിട്ട് റിലേറ്റഡ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനകത്ത് നമ്മൾ നോട്ടിൽ നോക്കി കഴിയുമ്പോൾ അതിനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 19.5 എന്ന് പറഞ്ഞു വന്നത്. ആൻസർ കിട്ടും പറയണേ. എത്ര കിട്ടിയ റിലേറ്റീവ് ഡെൻസിറ്റി? ഓക്കെ, കിട്ടിയോ കറക്റ്റായിട്ട്? ആൻസർ കറക്റ്റാണ്. യൂണിറ്റ് ഏതായാലും റോയുടെ വാല്യൂ എല്ലാം ഒരേ യൂണിറ്റിൽ ഇടുക. അത് വെച്ചിട്ടാണ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം പറഞ്ഞോട്ടെ. കിട്ടിയോ എല്ലാവർക്കും?
പറഞ്ഞോട്ടെ, കിട്ടിയോ എല്ലാവർക്കും? Okay, miss. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം തേർഡ് വൺ പറയണത് ഇതേ സെയിം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് മാസ് തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു സാമ്പിൾ, എ സാമ്പിൾ ഓഫ് സാൻഡ് ഹാസ് എ വോളിയം 1000 ml ആയിരുന്നു. നാച്ചുറൽ സ്റ്റേറ്റിൽ അതിൻ്റെ വോളിയം 1000 ml ആണ്. ഇറ്റ്സ് മിനിമം വോളിയം ആൻഡ് കോമ്പാക്റ്റഡ് ഈസ്, ഒരു സെക്കൻഡേ, ഓക്കെ. ദെൻ കോമ്പാക്ട് ചെയ്തപ്പം ആ സോയിലിൻ്റെ വോളിയം എന്ന് പറഞ്ഞ 840 ആണ്. അതിനുശേഷം ഒരു മെഷറിംഗ് സിലിണ്ടറിലേക്ക് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാക്സിമം വോളിയം എന്ന് പറഞ്ഞ 1370 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാസ് തന്നിട്ടില്ല. എല്ലാ സ്റ്റേറ്റിലും, നാച്ചുറൽ സ്റ്റേറ്റിലും ലൂസ് സ്റ്റേറ്റിലും ഡ്രൈ സ്റ്റേറ്റിലും എന്താണ് മാസ് എത്രയാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ വോളിയം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം റോ മാക്സ് എഴുതി. മാക്സിമം സ്റ്റേറ്റിലെ ഡ്രൈ ഡെൻസിറ്റി എഴുതാൻ നേരത്ത് നമ്മൾ നോക്കിയപ്പോൾ എന്തെഴുതണം? മാസ് ബൈ വോളിയം. ആ മാസ് നമുക്കറിയില്ല. ദെൻ മിനിമം സ്റ്റേറ്റിൽ എന്താണ്? ഡ്രൈ ഡെൻസിറ്റി. മിനിമം സ്റ്റേറ്റിൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താണ്? മാസ് അറിയില്ല, വോളിയം അറിയാം. ദെൻ നാച്ചുറൽ സ്റ്റേറ്റിൽ എത്രയാണെന്നുള്ളതും മാസ് അറിയില്ല, പക്ഷെ വോളിയം അറിയാം. അപ്പോൾ ആ ഇക്വേഷൻ എല്ലാം എഴുതി ജസ്റ്റ് എന്ത് ചെയ്തു? ആ മെയിൻ ഇക്വേഷൻ, റിലേറ്റഡ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷന് ഇൻ ടേംസ് ഓഫ് എമ്മിൻ്റെ ടേംസിൽ നമ്മളെല്ലാം എഴുതി. ദെൻ ആ കോമൺ ആയിട്ട് എല്ലാ എമ്മും പുറത്തെടുത്ത് അത് ക്യാൻസലായി പൊക്കോളും. ദെൻ ഇൻറ്റു 100% ചെയ്തപ്പം ഫൈനൽ ആൻസറും കിട്ടി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ജസ്റ്റ് വേണേൽ വേഗം ചെയ്ത് നോക്കോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ഒരു പോർഷൻ, ഈ ഒരു പ്രോബ്ലം 3 മാർക്കിന്, അതായത് പാർട്ട് എയിലൊക്കെ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പാർട്ട് ബി സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. ചിലപ്പോൾ 10 മാർക്കും 11 മാർക്കും 3 മാർക്കും, അല്ലെങ്കിൽ 12 മാർക്കും 2 മാർക്കും ഒക്കെ ആയിട്ട് ചോദിക്കും. അല്ലെങ്കിൽ 8 മാർക്കും ബാക്കി 6 മാർക്കും ഒക്കെ ആയിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഈ പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്. ചെയ്ത് നോക്കുന്നുണ്ടോ ഈ പ്രോബ്ലം? മനസ്സിലായെങ്കിൽ അടുത്ത പ്രോബ്ലം പറയാം. ഓക്കെ, ചെയ്ത് നോക്കുവാണോ? എന്തോ ചെയ്യാണ് സർ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കോളൂ. ഈ പ്രോബ്ലം ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം. പക്ഷെ മാർക്ക് കുറവായിരിക്കും. മാക്സിമം ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. 4 മാർക്കിനായിരിക്കും ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ആ രീതിയിലാണ് ചോദിച്ച് കണ്ടിരിക്കണത്. പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് ബിയിൽ സ്പ്ലിറ്റ് ചെയ്താണ് ചോദിക്കാറ്. അതിൻ്റെ കൂടെ ഉള്ളത് അപ്പം വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ തിയറിയോ അങ്ങനെയാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എങ്കിലും ചോദിച്ച് കാണാറുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ അതിപ്പോൾ GT ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുമ്പം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. എക്സാക്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ പഠിക്കാതെ അതുപോലുള്ള സിമിലർ പ്രോബ്ലംസ് വന്നാൽ നമുക്ക് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ അത് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. നിങ്ങളത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അപ്പം ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കുകയും ചെയ്യും.
ചെയ്ത് നോക്കിയോ? ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, 69 കിട്ടിയോ? ഇതിൽ ചോദിക്കാവുന്ന ഒരു ഡിഫിക്കൽട്ടാ അല്ല, ഒരു കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്ര നേരം ചെയ്തതിൽ ഡ്രൈ ഡെൻസിറ്റി അല്ലെങ്കിൽ റോ മാക്സിന്റെ ടേംസിലുള്ള ഇക്വേഷൻ വെച്ച് ചെയ്തിരിക്കണം. ഇനി നമ്മൾ മെയിൻ ഡെഫിനിഷൻ ഇ മാക്സ് വോയിഡ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ എങ്ങനെ ചെയ്യണമെന്നാണ്. അതിനുള്ള ഒരു പ്രോബ്ലം ആണ് ഈ താഴത്തെ പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം അതൊന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ വേഗം എഴുതാമോ? 7th one 3.7. ഇതിൽ നിന്ന് മാക്സിമം വെറൈറ്റി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. റിലേറ്റീവ് ഡെൻസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സാൻഡിന്റെ കാണാൻ വോളിയം തന്നിട്ടുണ്ട്, 1000 ml ആണ്. കോമ്പാക്ട് ചെയ്തപ്പോൾ ഉള്ള മാസ് 2.1, ലൂസ് ചെയ്തപ്പോൾ ഉള്ള മാസ് തന്നിട്ടുണ്ട്, സൈറ്റിലുള്ള ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഡ്രൈ ഡെൻസിറ്റി കാണണം. തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടാണ് ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സാമ്പിളിൽ സോയിൽ ഉണ്ടായിരുന്നു. ആ
ഡെൻസിറ്റി ചെയ്യാൻ വേണ്ടി നമ്മളൊരു മൗൾഡിലെടുത്ത് അതിൻ്റെ മൗൾഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1000 ml ആണ്. ഡൈനാമിക്കലി കോമ്പാക്ട് ചെയ്ത സോയിലാണ്. അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, കോമ്പാക്റ്റഡ് മാസ് തന്നിട്ടുണ്ട്. ദെൻ ലൂസ് സ്റ്റേറ്റിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.635 ആണ്. ഇൻസൈറ്റിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.5 ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സോയിൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്ത സോയിൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാച്ചുറേറ്റഡ് കണ്ടീഷനിലാകുമ്പം നമുക്ക് ഒരിക്കലും ഈ റോ മാക്സ് റോ മിനിമം എന്ന് പറയുന്നത് കിട്ടുന്നത് എവിടത്തെ ആയിരിക്കും? സോയിൽ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴുള്ള മാക്സിമം ഡെൻസിറ്റിയും മിനിമം ഡെൻസിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അത് വച്ചിട്ടല്ല നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുക. സോയിൽ നാച്ചുറൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റേറ്റിലുള്ളപ്പം ഉള്ള മിനിമം മാക്സിമം ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെന്ന് പറയുമ്പം നമുക്ക് തൊട്ട് മുകളിലത്തെ ഡെൻസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യരുത്, ചെയ്താൽ തെറ്റിപ്പോകും. ദെൻ ഇവിടെ ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് സാച്ചുറേറ്റഡ് കണ്ടീഷനിലെയും മിനിമം മാക്സിമം ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചാൽ കറസ്പോണ്ടിങ് വോയിഡ് റേഷ്യോയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം. അപ്പം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്താണ്, ചേഞ്ച് ചെയ്യില്ല. നമ്മളൊരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വോയിഡ് റേഷ്യോ ഡെൻസ് ആവട്ടെ ലൂസ് ആവട്ടെ എന്തോ ആവട്ടെ, ആ സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വോയിഡ് റേഷ്യോയുടെ ടേംസിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യും, സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്റ്റേറ്റിലുള്ള മാക്സിമം ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, ആ സ്റ്റേറ്റിലുള്ള മിനിമം ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം റോ മാക്സ് എഴുതിക്കോളാം, താഴെ കാണുന്ന പോലെ. റോ മാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. റോ മാക്സ് അത് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെയാണ്, സോയിൽ സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലുള്ള മാസ് ബൈ വോളിയം, അതായത് കോമ്പാക്ട് ചെയ്തപ്പോൾ ഉള്ള മാസ് 2.1 കിലോഗ്രാം ആയിരുന്നു, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് സെയിം തന്നെ 1000 ml. അത് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു 10⁻³ ചെയ്തു. അപ്പോൾ നമുക്ക് 2.1 gram per milliliter എന്ന് കിട്ടും. ക്ലിയർ ആയോ? സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെന്ന് പറഞ്ഞാൽ നമ്മളത് മിക്സ് ചെയ്യുമ്പം വോയിഡ് റേഷ്യോയുടെ ടേംസിൽ ഉള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. കിട്ടിയോ? ദെൻ ഇതേപോലെ തന്നെ മിനിമം, റോ മിനിമം കണ്ടുപിടിക്കുക. എവിടത്തെ തന്നെ? സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെ തന്നെ. അപ്പം മാസ് തന്നിട്ടുണ്ട്, വോളിയം എത്ര തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ലൂസ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞത് 1.635 ആണ് മാസ്, ഡിവൈഡഡ് ബൈ വോളിയം സെയിം തന്നെ. അപ്പം നമുക്ക് കിട്ടും 1.635 gram per ഇൻറ്റു 10⁻³ കൂടെ ചെയ്യുക, കിലോഗ്രാമിനെ ഗ്രാമിലേക്കാക്കാൻ. നമുക്ക് കിട്ടും 1.635. ഇതുവരെ മനസ്സിലായോ?
ചെയ്തതല്ല, ഇതുവരെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി ഡയറക്റ്റ് തന്നിട്ടുണ്ട്, റോ ഡി തന്നിട്ടുണ്ട് 1.5 ആണെന്ന്. അത് മെഗാ ഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അതിന് നമ്മൾ യൂണിറ്റ് എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം ഗ്രാം പെർ മില്ലി ലിറ്ററിലാണ് എഴുതി, അപ്പോൾ അതിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ 1.5 ഇൻറ്റു 10 മെഗാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁶ ആണ്. പെർ മീറ്റർ ക്യൂബിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10�3 ചെയ്യണം, 6 ചെയ്യണം. അപ്പോൾ ആ 6ഉം 6ഉം ക്യാൻസൽ ആവും, ബാക്കി എന്ത് വരും? 1.5 ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് വരും. ക്ലിയർ ആയോ? കിട്ടിയോ? മനസ്സിലായോ അത്? ഹലോ, ഡ്രൈ ഡെൻസിറ്റി വരെ മനസ്സിലായോ? പോയോ എല്ലാവരും? ഹലോ, ഒന്ന് കൺവേർട്ട് ചെയ്തെന്ന് പറയുന്നു കൂടെ. ആ ഇത് മെഗാ അല്ലേ? ക്യാപിറ്റൽ എം മെഗാഗ്രാം എന്നാണ് അത് വായിക്കുക. മെഗാ ക്യാപിറ്റൽ ലെറ്റർ എം ആകുമ്പോൾ അത് മെഗാഗ്രാം ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10�6. അപ്പോൾ 10�6 ഇവിടെ ഗ്രാം വരും. ഓക്കെ, മെഗാ എമ്മിനെ മാറ്റി 10�6 ആക്കി. മീറ്റർ ക്യൂബിനെ എന്താക്കണം? മില്ലി ലിറ്ററിലേക്ക് ആക്കണം. അപ്പം മീറ്റർ ക്യൂബിനെ ആദ്യം എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് ആക്കണം. ദെൻ അതിനെ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിലേക്ക് ആക്കണം. ദെൻ ഇനി ഇതിനകത്ത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാച്ചുറേറ്റഡ് കണ്ടീഷനിലായതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഈ മുകളിലത്തെ ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത് നോക്കും, കഴിയുമ്പോൾ അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ടേം വരും. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡ്രൈ ഡെൻസിറ്റി അറിയാം, മാക്സിമം മിനിമം കിട്ടി. ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, അവിടെ ഒരു മൈനസ്. റോ ഡി എന്ന് പറയുന്നത് 1.5ഉം റോ മിനിമം എത്രയാണ്? 1.635 ആണ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഒരു മൈനസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരും. അങ്ങനെ ഒരിക്കലും നമുക്ക് വരില്ല. എപ്പോഴും ഡ്രൈ ഡെൻസിറ്റി നാച്ചുറൽ സ്റ്റേറ്റിൽ എത്രയാണോ ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നത് അതിൽ താഴെയായിരിക്കും നമുക്കുള്ള മിനിമം ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ, ആ ഒരു മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 3 സ്റ്റേറ്റിലും മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഉള്ളപ്പോഴും മിനിമം ഡ്രൈ ഡെൻസിറ്റി ഉള്ളപ്പോഴും നാച്ചുറൽ സ്റ്റേറ്റിലും ഉള്ള വോയിഡ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡ്രൈ ഡെൻസിറ്റി തന്നാൽ റോ ഡിയുടെ വാല്യൂ അറിയാമെങ്കിൽ
ഡ്രൈ ഡെൻസിറ്റി അറിയാമെങ്കിൽ, അതായത് 1.5 ഗ്രാം പെർ മില്ലി ലിറ്റർ ആണെന്ന് ഇപ്പോൾ കിട്ടി. റോ ഡി അറിയാമെങ്കിൽ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണെന്നറിയോ? എന്താ ഇക്വേഷൻ എന്നറിയോ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷനൊക്കെ. ഡ്രൈ ഡെൻസിറ്റി അറിയാമെങ്കിൽ അതിൽ നിന്ന് വോയിഡ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ അത് നമുക്ക് കിട്ടുന്നത് റോ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. റോ ഡി ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1+c. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇത് മാറ്റി എഴുതുന്നത്. അപ്പോൾ ഈ വോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ റോ ഡി -1 എന്ന് വരും. ക്ലിയർ ആയോ? ഹലോ. അപ്പം ഡ്രൈ ഡെൻസിറ്റിയുടെ സമയത്ത് സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി, നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഡെൻസിറ്റിയുടെ ടൈമിൽ എത്രമാത്രം വോയിഡ് റേഷ്യോ അതിനുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. അതേപോലെ തന്നെ റോ മാക്സ് സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ളപ്പോൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഉള്ളപ്പോൾ വോയിഡ് റേഷ്യോ എത്ര വരും, മിനിമം ഡെൻസിറ്റി ഉള്ളപ്പോൾ വോയിഡ് റേഷ്യോ എത്ര വരും, ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് മനസ്സിലായോ? ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന്? ഇത് റീഅറേഞ്ച് ചെയ്ത് ഇതാണ് GROW1/1+c എന്ന് പറഞ്ഞ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സാധനം. അപ്പം ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. റോ ഡബ്ല്യു എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഗ്രാം പെർ മില്ലി ലിറ്റർ ആയതുകൊണ്ടാണ് അവിടെ 1 വരുന്നത്. ബൈ റോ ഡി 1.5 ആണ് -1. അത് ചെയ്ത് കഴിയുമ്പോൾ 0.8 കിട്ടും. കിട്ടിയോ? ചെയ്യുവാണോ? നാച്ചുറൽ സ്റ്റേറ്റിൽ, അതായത് നാച്ചുറൽ സ്റ്റേറ്റിലാണ് ഡ്രൈ ഡെൻസിറ്റി വരിക. ആ സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ ചെയ്യണേ. ഇനി അതേപോലെ അടുത്ത് നമ്മൾ താഴെയുണ്ട്. താഴേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇത് തന്നെയാണ്. മാക്സിമം റോ മാക്സ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിൽ റോ മാക്സ് വരുമ്പോൾ ഉള്ള മിനിമം വോയിഡ് റേഷ്യോ 1.8 കിട്ടിയോ? ഇത് കിട്ടിയത് മനസ്സിലായോ? 0.8 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജി അറിയാം. റോ ഡബ്ല്യു 1 ആണ്. ഗ്രാം പെർ മില്ലി ലിറ്റർ ആകുമ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഈ കിട്ടിയോ? ഹലോ. കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യണത് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അറിയാം. ഡെൻസിറ്റി അറിയാം. ഡെൻസിറ്റി മാക്സിമം ആകുമ്പോൾ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? ഡെൻസിറ്റി മാക്സിമം ആണ് എങ്കിൽ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കണ്ടോ, റോ മാക്സ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലുള്ള റോ മാക്സ് ആണെങ്കിൽ അവിടുത്തെ വോയിഡ് റേഷ്യോ എങ്ങനെയാണ്? മിനിമം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് ജിയുടെയും ഇയുടെയും ടേംസിൽ നമുക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ. G+
ഇ മിനിമം ബൈ 1 പ്ലസ് സി എന്നാണ് ശരിക്കും ആക്ച്വലി. റോ സാറ്റ് ഈസ് ഈക്വൽ ടു ജി പ്ലസ് സി ബൈ 1 പ്ലസ് സി ഇൻറ്റു റോ ഡബ്ല്യു എന്നാണ്. അപ്പം മാക്സിമം ഡെൻസിറ്റി ആണ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെങ്കിൽ അവിടെ എന്താണ് മിനിമം വോയിഡ് റേഷ്യോ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇക്ക് എന്ത് ചെയ്തു, ഇ മിനിമം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ മാക്സ് അറിയാം സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെ, റോ ഡബ്ല്യു അറിയാം, ജി അറിയാം. അപ്പം അത് സോൾവ് ചെയ്ത് എന്ത് ചെയ്തു, ഇ മിനിമം കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമോ? മനസ്സിലായോ പറഞ്ഞത്? ഈ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂള്. ആ ഇക്വേഷൻ ഈ റിലേഷൻ റോ സാറ്റ് ഈസ് ഈക്വൽ ടു ആണ് ജി പ്ലസ് സി ബൈ 1 പ്ലസ് സി ഇൻറ്റു റോ ഡബ്ല്യു എന്ന് പറഞ്ഞ് പഠിച്ചേക്കണേ. അപ്പം സാച്ചുറേറ്റഡ് ഏരിയയിലെ മാക്സിമം ഡെൻസിറ്റി ആണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ അവിടെ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും, മിനിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഈടെ അവിടെ എന്ത് ചെയ്തു, ഈ മിനിമം എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ കിട്ടുന്ന സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് മിനിമം വോയിഡ് റേഷ്യോ ആണ്. ആ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? കിട്ടി. അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക, മിനിമം സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലുള്ള മിനിമം ഡെൻസിറ്റി നമുക്കറിയാം. അപ്പം അത് മിനിമം ഡെൻസിറ്റി ആകുമ്പോൾ എന്താണ് വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും, മാക്സിമം വോയിഡ് റേഷ്യോ ആയിരിക്കും. സെയിം ഇക്വേഷൻ പക്ഷേ എന്താണ് മിനിമം ഡെൻസിറ്റി ആണ്. അപ്പം നമുക്കുള്ളത് മാക്സിമം വോയിഡ് റേഷ്യോ ആണ്. അപ്പം അത് റീഅറേഞ്ച് ചെയ്തിട്ട് കറസ്പോണ്ടിങ് മാക്സിമം വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഫൈനലി എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡി ആർ, ഈ മാക്സിൻ്റെ ഇക്വേഷനിൽ ഡി ആർ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഇൻ ടേംസ് ഓഫ് മാക്സിമം വോയിഡ് റേഷ്യോ മിനിമം വോയിഡ് റേഷ്യോ ടേംസിൽ ഇട്ട് കൊടുക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ ഒരു തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതാണ് ഈയുടെ ടേംസിൽ. ഈ സൺഡേ ലാബുണ്ടോ? കൊണ്ടുവേണം. ബിൽസൺ ആണോ? അതാണ്. എക്സാം എഴുതാത്ത എന്താ? ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നാണോ? എന്നിട്ട് ചോദിച്ചു, ആരും മിണ്ടിയില്ലല്ലോ ചോദിച്ചപ്പോ. മേഡം ചോദിച്ചായിരുന്നു. ഗ്രൂപ്പിൽ ചോദിച്ചില്ല എക്സാം എഴുതാത്തത് ഇവരാണോന്ന്. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ. ആശയല്ലേ എൻ്റെ അടുത്ത് എക്സാം തരുമോന്ന് ചോദിച്ചത്. ആശ ഞാൻ ചോദിച്ചില്ല, ഞാൻ 2 ദിവസമായിട്ട് ലീവായിരുന്നു. ഞാൻ പറയാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് സീരീസ് ഇപ്പോൾ എഴുതിയില്ല,
സെക്കൻഡ് സീരീസ് അത്യാവശ്യം പഠിച്ചിട്ട് എഴുതുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇന്റേണൽ ഇടും. അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് സെക്കൻഡ് സീരീസിന് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്റേണൽ അണ്ടർ ആകില്ല. അപ്പോൾ അത് എഴുതിയാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാം. ആബ്സെന്റ് ആയവർക്ക് റീടെസ്റ്റ് നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, HOD ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. ഓക്കെ മിസ്സേ. ഞാൻ പറയാം ചോദിച്ചിട്ട്. എക്സാം എഴുതിയാലും ഇനി എക്സാം എഴുതിക്കാനുള്ളൊരു ടൈമാണ് അടുത്ത ഇഷ്യൂ. എപ്പോൾ എഴുതും? HODയുടെ സബ്ജക്റ്റ് എഴുതാത്ത മിസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ എല്ലാവരും ടൈമാ പോകും. അത് മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സീരീസ് ഇപ്പൊ എഴുതിയില്ലെങ്കിൽ ഓക്കെ, അത് നിൽക്കട്ടെ അവിടെ. സെക്കൻഡ് സീരീസിന് എന്തായാലും അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം ഇന്റേണൽ ഒരുവിധം 35 അണ്ടർ ആകാതെ 35 താഴെ പോകാതെ ഇന്റേണൽ നമുക്ക് കിട്ടും. അറ്റൻഡൻസും അസൈൻമെന്റും നമ്മൾ മാർക്ക് കുറയ്ക്കില്ല. ഈ എക്സാമിന്റെ മാർക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ എക്സാമിന്റെ മാർക്ക് മിനിമം ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരും. ഇപ്പം ഞാൻ MOSന്റെ ആ ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റേണൽ. അത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടായിരുന്നു ആരെങ്കിലും? MOSന്റെ ഗ്രൂപ്പിൽ നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ നെക്സ്റ്റ് പേജിലൊരു അസൈൻമെന്റിന്റെ മാർക്കും സീരീസുകളുടെ മാർക്കും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 3ാമത്തെ ഷീറ്റിൽ ഞാൻ ഇന്റേണൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഇന്റേണൽ അല്ലാട്ടോ സബ്മിറ്റ് ചെയ്യണേ. അതിനകത്ത് കുറച്ച് പേർക്ക്, 1-2 പേർക്ക് 35 താഴെയുണ്ട്. അവർക്ക് എന്തായാലും 35 ഇട്ട് തന്നെ സബ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് കറക്ഷൻ വരുത്തിയിട്ടില്ല. നിങ്ങളുടെ ഒറിജിനലി ഇന്റേണൽ ആണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെന്നുമാണ് ആ ഷീറ്റിലുള്ളത്. എന്നാ ജസ്റ്റ് നോക്കുക. ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയോ? ഞാനിപ്പോൾ ബിൽസന്റെ സൗണ്ട് കേട്ടോണ്ടാണ് ഞാൻ ചോദിച്ചത്. എക്സാം എഴുതാത്ത എക്സാം എഴുതി. ഞാൻ കാണിച്ചു തരാം, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. MOSന്റെ ആ ഷീറ്റ് ഇന്റേണൽ ആഡ് ചെയ്തേക്കണേ. ഈ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒരു പ്രോബ്ലം ചെയ്യിക്കാനുള്ള ടൈമില്ല. സെക്കൻഡ് മൊഡ്യൂളിൽ ഇനി ഒരു കുറച്ച് അടുത്ത സെക്ഷനിൽ ആ ക്ലാസ്റ്റിക് ലിമിറ്റിന്റെ പ്രോബ്ലം ആണ്. അത് ഗ്രാഫ് വേണം. പിന്നെ കുറച്ച് ടേംസ് ആണ്. ആ ടേംസ് എന്നങ്ങ് പറഞ്ഞ് തീർക്കാം. അതും കൂടെ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞു. കിട്ടിയോ? DR കിട്ടിയോ? 77.47 കിട്ടിയോ? കിട്ടിയോ? ഓക്കെ. ഞാൻ അടുത്തത് കുറച്ച് സ്പീഡിൽ പറഞ്ഞ് പോകണമെന്നുള്ളൂ കേട്ടോ. ചെയ്തെത്താത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. MOSന്റെ ഷീറ്റ് ഇന്റേണൽ ആഡ് ചെയ്തേക്കണ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. ഈ 4 പ്രോബ്ലം അത് അതിക്കവിഞ്ഞൊന്നും ഇതിനകത്ത് ചോദിക്കാനില്ല. ഈ പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ് ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ തിയറി പറഞ്ഞാണ്. എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യണേ, ശ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. പിന്നെ ഇതിനകത്തൊരു 2-3 ടേംസ് ആണ്. ഈ ടേംസ് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. ശ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ചോദിക്കണ പോലെ തന്നെ കുറച്ച് ശ്രിങ്കേജ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡെഫിനിഷൻസ് ആണ്. ആ ഡെഫിനിഷൻസ് ചോദിച്ച് കാണാറുണ്ട്. ആദ്യത്തെ ഡെഫിനിഷനാണ് ശ്രിങ്കേജ് ഇൻഡെക്സ്. ലിക്വിഡ് ലിമിറ്റും ശ്രിങ്കേജ് ലിമിറ്റും ആ വാട്ടർ കണ്ടന്റ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ശ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറയുക. ദെൻ അടുത്തൊരു ടേമാണ് ശ്രിങ്കേജ് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ വോളിയം ബൈ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ടു വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ചേഞ്ച് ആണ്. അതായത് V1 V2 എന്ന് പറയുന്ന 2 വാട്ടർ കണ്ടന്റിലുള്ള സോയിൽ സാമ്പിളിന്റെ വോളിയം ചേഞ്ച് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ഡ്രൈ സോയിലിന്റെ വോളിയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ശ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുക.
അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ VD, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ ഇൻ ഡ്രൈ സ്റ്റേറ്റ്, അതിനെയാണ് ശ്രിങ്കേജ് റേഷ്യോ എന്ന് പറയാം. അടുത്തൊരു ടേമാണ് വോളിയോമെട്രിക് ശ്രിങ്കേജ്. വോളിയോമെട്രിക് ശ്രിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡ്രൈ വോളിയം വെൻ വാട്ടർ കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ വാല്യൂ ടു ശ്രിങ്കേജ് ലിമിറ്റ്. ശ്രിങ്കേജ് ലിമിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വോളിയം ചേഞ്ചിൻ്റെ റേഷ്യോ, അതിനെയാണ് VS എന്ന് പറയുക. V1 എന്ന് പറയുന്നത് ഒരു വോളിയമാണ് കറസ്പോണ്ടിങ് ടു വാട്ടർ കണ്ടന്റ് ആണ് എങ്കിൽ അത് മൈനസ് ഡ്രൈ സ്റ്റേറ്റിലുള്ള സോയിലിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ഡ്രൈ സ്റ്റേറ്റിലുള്ള വോളിയം ഇൻറ്റു 100, അതിനെയാണ് ശ്രിങ്കേജ് റേഷ്യോ, വോളിയോമെട്രിക് ശ്രിങ്കേജ് എന്ന് പറയാം. അടുത്തതാണ് ലീനിയർ ശ്രിങ്കേജ്. ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ചുരുങ്ങുന്നു എന്നുള്ള മീനിങ് ആണ്. അപ്പം ആദ്യത്തെ ശ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ലിക്വിഡ് വാട്ടർ കണ്ടന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ലിക്വിഡ് ലിമിറ്റും ശ്രിങ്കേജ് ലിമിറ്റും. ശ്രിങ്കേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയത്തിലുള്ള ചേഞ്ച് ഇൻ വോളിയം ബൈ ഡ്രൈ സ്റ്റേറ്റിലുള്ള വോളിയത്തിൻ്റെ റേഷ്യോ. വോളിയോമെട്രിക് ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാട്ടർ കണ്ടന്റ് W1 ആണെങ്കിൽ ആ W1ലുള്ള വോളിയം V1, അത് നിന്ന് എന്ത് കുറച്ച് കളയണം, ഡ്രൈ സ്റ്റേറ്റിലുള്ള വോളിയം കുറച്ച് കളയണം ഡിവൈഡഡ് ബൈ ഡ്രൈ സ്റ്റേറ്റിലുള്ള വോളിയം ഇൻറ്റു 100, ആ റേഷ്യോനെയാണ് വോളിയോമെട്രിക് ശ്രിങ്കേജ്. അടുത്തത് ലീനിയർ ശ്രിങ്കേജ് ആണ്. ലീനിയർ ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ടേംസിൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഒറിജിനൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഇനീഷ്യൽ ലെങ്ത്ത്, ആ റേഷ്യോ ആണ് ലീനിയർ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. ഇൻറ്റു 100 ഉണ്ട്. ദെൻ നെക്സ്റ്റ് 3 ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ് അറ്റർബർഗ് ഇൻഡെക്സ് എന്ന് പറയും. ഇത് രണ്ടും മാറിപ്പോകരുത്, തൊട്ട് മുന്നേ പഠിച്ച ശ്രിങ്കേജ് പാരാമീറ്റേഴ്സ് ആണ്. അടുത്ത് പഠിക്കുന്നത് അറ്റർബർഗ് ഇൻഡെക്സ് ആണ്. ആദ്യത്തെ ഇൻഡെക്സ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, PI അല്ലെങ്കിൽ IP കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ലിമിറ്റിലുള്ള വാട്ടർ കണ്ടൻറ്റ് മൈനസ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള വാട്ടർ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്, അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP എന്ന് പറയാം. ഇനി അടുത്തത് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. IL അല്ലെങ്കിൽ LI, I സഫിക്സ് L അല്ലെങ്കിൽ LI എന്ന് പറയും. W മൈനസ് WP ഡിവൈഡഡ് ബൈ IP ഇൻറ്റു 100. ദെൻ ഇത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വാട്ടർ കണ്ടൻറ്റിലേക്ക് ഒരു സോയിൽ ഏതൊരു വാട്ടർ കണ്ടൻറ്റിനോട് അടുത്ത് എത്തുമ്പോഴാണ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, ആ ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് ഈ ലിക്വിഡിറ്റി ഇൻഡെക്സ്. അതായത് സോയിലൊരു വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എന്താണ്, ആ സോയിൽ ലിക്വിഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയാം. അടുത്തൊരു ടേമാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്, CI എന്ന് പറയും അല്ലെങ്കിൽ I സഫിക്സ് C എന്ന് പറയും. WL മൈനസ് WL എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ ഡിവൈഡഡ് ബൈ IP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇൻറ്റു 100, അതിനെയാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറയുക. പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് ആകുന്നത് ഏത് വാട്ടർ കണ്ടന്റിലാണ്, ഏതൊരു സോയിൽ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോഴാണ് പ്ലാസ്റ്റിക് ബിഹേവിയറിലേക്ക് സോയിൽ മാറുന്നത്. ആ ഒരു പ്രോപ്പർട്ടിയാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ റിലേറ്റീവ് കൺസിസ്റ്റൻസി എന്നും പറയാറുണ്ട്. അടുത്തതാണ് ഫ്ലോ ഇൻഡെക്സ്, IF എന്ന് പറഞ്ഞാൽ W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ log 10 to the base N2 by N1. നമ്മൾ കസഗ്രാൻഡെ അപ്പാരറ്റസിൽ ലിക്വിഡ് ലിമിറ്റ് ചെയ്യാൻ നേരത്തെ നമ്പർ ഓഫ് ബ്ലോസ് കൊടുക്കും. ആ നമ്പർ ഓഫ് ബ്ലോസ് ആണ് N2 N1 എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് ആണ് W2 W1. N1ന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് W1, N2ന് കറസ്പോണ്ടിങ് ഉള്ള വാട്ടർ കണ്ടന്റ് W2. ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഒരു സെമി ലോഗ് ഗ്രാഫാണ്. ഈ ഗ്രാഫ് വെച്ച് പ്രോബ്ലം ഉണ്ട്. X ആക്സിസിൽ നമ്പർ ഓഫ് ബ്ലോസും Y ആക്സിസിൽ വാട്ടർ കണ്ടന്റും വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് എടുക്കും. ആ സ്ലോപ്പിനെയാണ് IF അല്ലെങ്കിൽ എന്ത് പറയുക, ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ടേമാണ് ടഫ്നെസ് ഇൻഡെക്സ്. ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ TF അല്ലെങ്കിൽ IT എന്ന് ഡിനോട്ട് ചെയ്യും. IP ബൈ IF, അതിനെയാണ് ടഫ്നെസ് ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ ഫ്ലോ ഇൻഡെക്സ്, ആ റേഷ്യോനെയാണ് ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഇനി പറയണത് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഈ പറഞ്ഞ കുറേ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് പഠിച്ചു, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ലിമിറ്റ് പഠിച്ചു. ഇതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യണമെന്നാണ് പറയണേ. ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക്സ് ലിമിറ്റും നമ്മൾ യൂഷ്വലി ക്ലേയിലാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലേ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്, ക്ലേ ആയിട്ടുള്ള ഒരു സോയിലിൻ്റെ പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ നേരത്താണ് നമ്മൾ യൂഷ്വലി ഈ കൺസിസ്റ്റൻസി ലിമിറ്റൊക്കെ നമ്മൾ പറയുന്നത്. ദെൻ ഒരു സോയിലിന് എത്രമാത്രം കംപ്രസബിലിറ്റി ഉണ്ട്, സോയിൽ എത്രമാത്രം കംപ്രസിബിൾ ആണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ലിക്വിഡ് ലിമിറ്റിൻ്റെ ടേംസിലാണ്. ദെൻ
ഫൈൻനെസ്, നമ്മളൊരു ക്ലേ പാർട്ടിക്കിൾ എടുത്താൽ അതിന് എത്രമാത്രം ഫൈൻനെസ് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിലാണ്. ദെൻ നെക്സ്റ്റ് ഷിയർ സ്ട്രെങ്ത്, ഒരു സോയിലിന് എത്രമാത്രം ഷിയർ സ്ട്രെങ്ത് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിലാണ്. പിന്നെ ഒരു ക്ലേ സാമ്പിൾ തന്നാൽ അതിനകത്ത് എത്രമാത്രം പാർട്ടിക്കിൾ സൈസ് ഫ്രാക്ഷൻസ് പ്രസൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ SIJ ശ്രിങ്കേജ് ലിമിറ്റ് വെച്ചിട്ടാണ്. ഈ ഓരോ ടേമുകളും ഈ ഒരു ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഇനി ഇതിൻ്റെ പ്രോബ്ലങ്ങളൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരുള്ളൂ. അപ്പോൾ ഗ്രാഫ് പേപ്പർ കൊണ്ടുവരാം, സെമിലോഗ്രാഫാണ് ഇതിന് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഗ്രാഫ് പേപ്പറും കൂടെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ വൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് ആരും പോകല്ലേ.